ഹായ് ഫ്രണ്ട്സ്, സ്വാഭിയാസ് ഫാമിലി ടിപ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള കാരയപ്പമാണ്. അതിനായി നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കഷ്ണം ശർക്കര പൊടിച്ചൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് അലിഞ്ഞ് നല്ല പാവ് കാച്ചി എടുക്കുന്നത് പോലെ ആയി എടുക്കുക. അതിൽ വരുന്നത് അഴുക്കുകൾ, മണൽ, അങ്ങനെയുള്ള ചെറിയ അഴുക്കുകളുണ്ട്. അതൊന്ന് അലിഞ്ഞ് നമ്മളൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം ഒരു പാനിൽ ഈ പാവ് കാച്ചി ഒഴിച്ചൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ ഇതിനായി തയ്യാറാക്കുന്ന പഴുത്ത വരിക്കച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണം ഈ ശർക്കരയിലൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇതിലൊന്ന് നല്ല വെന്ത് കിട്ടണം. അത് ചെറുതായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം അതിലേക്കൊന്ന് കുറുകി വരുന്ന സമയം നമ്മളതിലേക്ക് 1 ബൗൾ തേങ്ങ, ചെറിയ തേങ്ങ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആ തേങ്ങ ചേർത്ത് നമ്മളിതിലേക്കൊന്ന് തിളപ്പിക്കുന്ന കാരണം പച്ച തേങ്ങയാണെങ്കിൽ അതൊന്ന് വളിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് 2-3 ദിവസം 3-4 ദിവസം നമ്മൾ വെച്ചിരുന്നാലും ഒരു കുഴപ്പം വരില്ല. അതിനാണ് നമ്മൾ തേങ്ങ ഇതിലേക്കൊന്ന് വഴറ്റിയെടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മളതൊന്ന് വാങ്ങിയതിന് ശേഷം അതിലേക്ക് 1 ബൗൾ അരിമാവ് ചേർക്കുക. അതിനുശേഷം ഒരു ബൗൾ മൈദമാവ് അതിലേക്ക് ചേർത്ത് നമ്മൾ യോജിപ്പിക്കണം. പൊടിച്ച ഏലക്ക, അല്പം ജീരകം, ചുക്ക്, ഏലക്ക, ജീരകം. അതിലേക്ക് നമ്മൾ കറുത്ത എള്ള് കഴുകി ഉണക്കി എടുത്ത കറുത്ത എള്ള് 1 സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ യോജിപ്പിക്കുക. എല്ലാം മിക്സാക്കി എടുക്കുക. നമ്മളിപ്പം വെള്ളം ചേർക്കുന്നില്ല. കൂട്ടി യോജിപ്പിച്ച ശേഷം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളതിൽ വെള്ളം ഉപയോഗിച്ചാൽ മതി. പക്ഷെ മാവ് നല്ല കട്ടയ്ക്കിരിക്കുകയാണെങ്കിൽ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം നമുക്കതൊരു വിഷയമല്ല. നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ ആ മാവിൻ്റെ പരുവത്തിനനുസരിച്ച് വെള്ളം ചേർക്കും. അത് കൂടിപ്പോകാൻ ഇടവരരുത്. ഒഴിക്കുമ്പോഴത്തേക്ക് അത് കട്ടിക്കിരിക്കണം. നമ്മൾ ദോശമാവിനേക്കാൾ അല്പം ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. എല്ലാം കൂട്ടി യോജിപ്പിച്ച് അല്പം വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്കതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ട് നമുക്കതിലേക്ക് ഒഴിക്കാം. നമ്മൾ കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ കട്ടിക്കിരിക്കുന്ന പരുവമായിരിക്കണം വരേണ്ടത്. അല്പം വെള്ളം കൂടി ചേർക്കാം. നമുക്കറിയില്ല, അത് നമ്മൾ ചേർത്ത വരിക്കച്ചക്കയുടെ കഷ്ണം പോലും കാണാൻ പറ്റില്ല. അതെല്ലാം നമ്മളിതിനോട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല മാവ് നല്ല പരുവത്തിനായിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അടർന്നു വീഴുന്ന ആ പരുവത്തിലായിരിക്കണം മാവ് കിട്ടേണ്ടത്. ശരിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു കാരയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒന്ന് തിളപ്പിക്കാൻ നോക്കാം. എണ്ണ ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മാവ് വീതം നമുക്ക് ആ കുഴിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അധികം ആവരുത്, അത് ഒത്തിരി പൊങ്ങി വരും. പക്ഷേ ഇത് തന്നെ നല്ല ഇതായിട്ട് വരും. നമ്മൾ 1 സ്പൂണിൻ്റെ മാവിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ആ കുഴി ഒന്ന് നികന്ന് നിൽക്കത്തക്ക രീതിയിൽ. ബ്രൗൺ കളർ ആവണം. നമ്മൾ ആ സമയത്തേക്ക് ഇതിനൊന്ന് അല്പമായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം. റെഡി ആയിട്ടുണ്ട്. അത് മറിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല ബ്രൗൺ കളറായി പാകമായിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മളെ വീട്ടിൽ നമുക്ക് ചക്ക കിട്ടുകയാണെങ്കിൽ എളുപ്പമാവും കൊണ്ട് നമുക്ക് വൈകുന്നേരം ഒരു പലഹാരമായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്.
എളുപ്പവുമാണ്, അധികം പൈസ ചിലവും ഇല്ലാത്തൊരു സാധനമാണ്. നമുക്കത് ഉണ്ടാക്കി പരീക്ഷിച്ച് പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവും കൂടെയാണ്. തയ്യാറാക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാരയപ്പം, ചക്ക കൊണ്ടുള്ള കാരയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.